കടത്തനാട് ലേബർ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതായതിനെ തുടർന്ന് വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് വീണ്ടും പരാതി നൽകി. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്ന് കുടുംബത്തിന്റെ ആവശ്യം. DCC സെക്രട്ടറി TV സുധീർ കുമാറിന്റെ വീട്ടുമുറ്റത്ത് ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ ഭാര്യ ഫൗസിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സൊസൈറ്റി മുൻ പ്രസിഡന്റ് TV സുധീർ കുമാർ, സെക്രട്ടറി P പ്രീന, നിലവിലെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ്, ഡയറക്ടർ അബ്ദുൾ മജീദ്, ET റനീഷ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത്. കളിപ്പാട്ട കച്ചവടക്കാരനായ ഭർത്താവ് ഇബ്രാഹിം ഹാജിയെ സൊസൈറ്റി ഭാരവാഹികളായ കോൺഗ്രസ് നേതാക്കൾ ഉയർന്ന ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല തവണകളായി 22 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. നിക്ഷേപം തിരിച്ചു കിട്ടാതായതോടെ മാനസിക പ്രയാസത്തിലാണെന്ന് ഭർത്താവ് തന്നോടും മകളോടും ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും ഭാര്യ പറയുന്നു. സുഹൃത്തുക്കളോടും രാഷ്ട്രീയ നേതാക്കളോടും വക്കീലിനോടും പണം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഇബ്രാഹിം ഹാജി വാട്സപ്പ് മെസ്സേജിൽ അറിയിച്ചിരുന്നു. ഈ കാര്യം കോൺഗ്രസിലെ മുതിർന്ന നേതാവായ സുധീറിനോടും പ്രീനയോടും ബഷീർ അഹമ്മദിനോടും പറഞ്ഞിരുന്നുവെങ്കിലും പണം തിരിച്ചു നൽകാൻ നടപടിയുണ്ടായില്ല. റിനീഷ് ഭർത്താവിൽ നിന്നും 10 ലക്ഷത്തിൽ പരം രൂപ അല്ലാതെയും കൈക്കലാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം ഹാജിയുടെ മരണശേഷം താനും 2 പെൺമക്കളും മകനും മാനസികമായി തളർന്നെന്നും ഇബ്രാഹിം ഹാജിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഫൗസിയ പറയുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.